സ്ഥലങ്ങളിൽ നിതിൻ രാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രകടനം അതുപോലെ തന്നെ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹർത്താലിനെ അനുകൂലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ കേരളത്തിലെ നിരവധിയായ സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരവുമായി ബന്ധപ്പെട്ട് കലാലയങ്ങളിൽ വലിയ പ്രക്ഷോഭം നയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് പ്രവർത്തകർ ഏതാണ്ട് ഒരാഴ്ചയോളം നിതിൻ രാജിന്റെ വിഷയത്തിൽ ജയിലിലായിരുന്നു. ഇന്ന് കണ്ണൂരിലെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും കണ്ണൂരിലെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെയും ഏതാണ്ട് 5ലധികം പ്രവർത്തകരെയും വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇപ്പോ CPML റെഡ് ഫ്ലാഗ് നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, JRP നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയിട്ടുണ്ട്, നിരവധി സംഘടനകൾ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ ഹർത്താലിനോട് സഹകരണം ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഹർത്താൽ വിജയിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സങ്കുചിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹർത്താൽ വിജയിപ്പിക്കാൻ ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്ന മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങളുമായി ഐക്യപ്പെടാനും അവരെ അറിയിക്കുവാനും അവരെ കൂട്ടിച്ചേർത്ത് നിർത്താനും തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയണം. മറ്റൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹർത്താലിന് ചില ത്യാഗങ്ങൾ ചില ആളുകൾ സഹിക്കേണ്ടി വരും. നമുക്ക് ഹർത്താലിന് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. നമ്മുടെ സംസ്ഥാന ഭാരവാഹി പറഞ്ഞു സമാധാനപരമായിരിക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ 2007 ഹർത്താൽ നടത്താൻ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പോലീസ് ആദ്യം അടിച്ചോടിച്ചു വിടുകയാണ് ചെയ്ത. പിന്നെ ആ ഹർത്താലിന്റെ സ്വഭാവം നമ്മൾ മാറ്റി. 4-5 പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ നമ്മൾ സംസ്ഥാന നേതൃത്വം പറയുന്ന സ്വഭാവത്തിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഹർത്താൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുവരക്തങ്ങൾ ചില കാര്യങ്ങൾ വളരെ സംഘടനാപരമായി ചെയ്യേണ്ടി വരും. ചില ആളുകൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരിപാടി അതൊരു വെറുതെ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇത് നമ്മുടെ തലമുറയുടെ അഭിമാനം വീണ്ടെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതൊരിക്കലും വെറുതെ ആവില്ല. ഒരുപക്ഷെ ഈ പോരാട്ടത്തിന്റെ ഭൂമികയിൽ നമുക്ക് ജയിൽവാസം ഉണ്ടാവും. ഒരുപക്ഷെ ഈ പോരാട്ടത്തിന്റെ ഭൂമിയിൽ നമുക്ക് ചോര പൊടിയേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ജയിൽവാസം തന്നെ വേണ്ടി വരും. പക്ഷേ ആ പോരാട്ട ഭൂമിയിൽ പിടഞ്ഞു വീട് മരിക്കേണ്ടി വന്നാലും ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികമായ ഒരു പിന്തുണയും ധാർമ്മികമായ ഏറ്റെടുക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കണം. അതിന് എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്